ജ്ഞാനവാദം, നോസ്റ്റിസിസം. നോസിസ് എന്ന ഗ്രീക്ക് പദത്തിന് ജ്ഞാനം എന്നാണ് അർത്ഥം. ഈ പദത്തിൽ നിന്നാണ് നോസ്റ്റിസിസം അഥവാ ജ്ഞാനവാദം എന്ന സംജ്ഞ ഉണ്ടായത്. ജ്ഞാനവാദം നോസ്റ്റിക് മതം, ജ്ഞാനമതം എന്നീ പേരുകളിലും അറിയപ്പെടും. യവന ചിന്തകളുടെ സ്വാധീനവും അനുകരണവും ജ്ഞാനവാദങ്ങളിൽ ശക്തമായി കാണാം. എന്നാൽ വളരെ കൃത്യമായി നിർവചിക്കുവാനോ അപഗ്രഥിക്കുവാനോ കഴിയാത്തതുപോലെ വ്യത്യസ്തങ്ങളായ നിരവധി ആശയങ്ങളുടെ വേലിയേറ്റം ജ്ഞാനവാദത്തിലുണ്ട്. ധാരാളം ഉപജ്ഞാതാക്കളും ഉപവിഭാഗങ്ങളും ജ്ഞാനവാദത്തിന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് കൃത്യമായി അപഗ്രഥിക്കുവാനും ആവില്ല. അപ്പോസ്തലനായ യോഹന്നാൻ്റെ കാലത്ത് തന്നെ ജ്ഞാനവാദം നിലവിലുണ്ടായിരുന്നു. യോഹന്നാൻ അതിന് സുവിശേഷത്തിലൂടെ മറുപടി പറഞ്ഞു എന്ന് ഐറേനിയസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ്റെ മരണത്തിന് ശേഷം ദൈവവചന വിഷയങ്ങൾ വ്യാഖ്യാനിച്ചതിൽ ചിലർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. യഹൂദ യവന മത തത്വങ്ങളുമായി യോജിക്കുന്ന നിലയിലുള്ള വ്യാഖ്യാന രീതിയാണ് അവർ അവലംബിച്ചത്. ക്രൈസ്തവ ദർശനത്തിൻ്റെ മൗലികതയും തനിമയും അവർക്ക് വെളിപ്പെടുത്താനായില്ല. യഹൂദ യവന ചിന്തകളുടെ സ്വാധീനമാണ് ഏറെ പ്രകടമായത്. ജ്ഞാനവാദം അടിസ്ഥാനപരമായി ക്രൈസ്തവമല്ല. 2-ാം നൂറ്റാണ്ടിൽ ജ്ഞാനവാദം വളരെ ശക്തിപ്പെട്ടു. വിശ്വാസത്തേക്കാൾ ജ്ഞാനമാണ് പ്രധാനം, രക്ഷയ്ക്ക് ജ്ഞാനമാണ് ആവശ്യം എന്ന ചിന്ത ജ്ഞാനവാദത്തിൻ്റെ അടിത്തറയായി. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിലെ ആഭിചാരകനായ ശിമോൻ സൈമൺ മാഗൂസ് ജ്ഞാനവാദികൾക്ക് ആചാര്യനായിരുന്നുവെന്ന് കരുതുന്നവരുമുണ്ട്. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജ്ഞാനവാദിയാണ് വാലന്തിനൂസ് അഥവാ വാലന്റൈൻ. 136 മുതൽ 160 വരെ റോമിലും ഈജിപ്തിലും അദ്ദേഹം ജ്ഞാനവാദം പ്രചരിപ്പിച്ചു. സൈപ്രസ് സുപ്രധാന പ്രവർത്തന കേന്ദ്രമായിരുന്നു. ആശയ ലോകത്തിന് സമാന്തരമായി വേൾഡ് ഓഫ് ഐഡിയാസ്, പ്രതിഭാസാത്മകമായ വേൾഡ് ഓഫ് ഫിനോമിന, ഒരു ലോകമുണ്ടെന്നും ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ യോജിപ്പിക്കുന്നത് എയോൺസ് ആണെന്നും വാലന്തിനൂസ് പഠിപ്പിച്ചു. പ്ലേറ്റോയുടെ ചിന്തയും ക്രിസ്തീയ ദർശനവും സമന്വയിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ വാലന്തിനൂസ് ക്രിസ്തീയ ദർശനത്തോട് നീതി പുലർത്തിയിട്ടില്ല. ജ്ഞാനം, സോഫിയ, ഒരു എയോണാണ്. ഇതിന് മനുഷ്യനോട് പ്രത്യേക ആഭിമുഖ്യമുണ്ട്. സോഫിയ ദൈവത്തോട് വിയോജിച്ചപ്പോൾ ഭൂഗർഭസന്തതിയായ ഇരുളിൻ്റെ ദൈവമായ ഡെമിയൂർഗ് ജനിച്ചു. ഈ ഭൂഗർഭ സന്തതിയാണത്രേ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. സ്നാനപ്പെട്ടപ്പോൾ യേശു ക്രിസ്തുവെന്ന എയോൺ ആയി എന്നാണ് വാലന്തിനോസ് വിശദീകരിച്ചത്.